റിപ്പോർട്ടർ ബിഗ് ബ്രേക്കിംഗിലേക്ക്. കേരളത്തിൽ KPCC പുനഃസംഘടനയുടൻ കെ സുധാകരനെ മാറ്റും. KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് അടൂർ പ്രകാശ്, ബെന്നി ബെഹനാൻ എന്നിവരുടെ പേരുകൾ പരിഗണനയിൽ. കെ സുധാകരനെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തണമെന്നും കനകോലു റിപ്പോർട്ട്. വയനാടടക്കം 10 DCC അധ്യക്ഷന്മാർ മാറുമെന്നും കേൾക്കുന്നു. വിവരങ്ങളുമായി നോബൽ മാരിക്കാരൻ ചേരുന്നു ദില്ലിയിൽ നിന്നും. നോബൽ മാരിക്കാരൻ, വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ്. റിപ്പോർട്ടർ TVയാണ് ഇന്നിപ്പോൾ ആദ്യം ഇത് ബ്രേക്ക് ചെയ്തിരിക്കുന്നത്. നോബൽ, നമുക്ക് കിട്ടുന്ന നമ്മുടെ സോഴ്സിൽ നിന്നും KPCC അധ്യക്ഷന് സ്ഥാനത്ത് നിന്നും കെ സുധാകരനെ മാറ്റുമെന്നുള്ളത് ഏറെക്കുറെ ഉറപ്പിക്കാവുന്നതാണോ? അരുൺ, കേരളത്തിലെ കോൺഗ്രസിൽ സമൂലമായ പുനഃസംഘടനയ്ക്കാണ് ഹൈക്കമാൻഡ് ഒരുങ്ങുന്നത്. അതിന്റെ ഭാഗമായി KPCC അധ്യക്ഷൻ മുതൽ DCC അധ്യക്ഷന്മാരുടെ കാര്യത്തിൽ വരെ മാറ്റങ്ങൾ ഉണ്ടാകും എന്ന വിവരമാണ് ഈ ഘട്ടത്തിൽ പുറത്തേക്ക് വരുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതിനോടകം തന്നെ ഹൈക്കമാൻഡ് നേതൃത്വത്തിൽ പ്രത്യേകിച്ച് മല്ലികാർജ്ജുൻ ഖർഗെ, രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, KC വേണുഗോപാൽ അടക്കമുള്ള നേതാക്കൾ ചർച്ചകൾ പൂർത്തിയാക്കിയിട്ടുണ്ട് എന്ന വിവരമാണ് ഈ ഘട്ടത്തിൽ പുറത്തേക്ക് വരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് തുടർ ചർച്ചകൾ അടക്കം വരും ദിവസങ്ങളിൽ ഉണ്ടാകും. മറ്റന്നാൾ കേരളത്തിൽ നിന്ന് നേതാക്കളെ ദില്ലിയിലേക്ക് വിളിപ്പിച്ചിട്ടുണ്ട്. പ്രധാനമായും ദില്ലിയിലേക്ക് നേതാക്കളെ വിളിപ്പിക്കുമ്പോൾ കോൺഗ്രസ് ഇതിൽ നേതാക്കൾക്കിടയിൽ ഒരു അസ്വാരസ്യങ്ങൾ നിലനിൽക്കുന്നുണ്ട് എന്ന വിലയിരുത്തൽ നടത്തുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ ദിവസം കനകുലുവിൻ്റെ റിപ്പോർട്ട് ഹൈക്കമാൻഡ് നൽകുകയും ചെയ്തിരുന്നു. ഈ നേതൃത്വവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ തെരഞ്ഞെടുപ്പിലടക്കം വലിയ തിരിച്ചടി ഉണ്ടാകുമെന്ന റിപ്പോർട്ടാണ് ഹൈക്കമാൻഡിന് മുന്നിൽ ഉള്ളത്. സ്വാഭാവികമായും കെ സുധാകരനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി അദ്ദേഹത്തെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റണം എന്നും ആ റിപ്പോർട്ടിൽ പരാമർശം ഉണ്ട് എന്ന് അറിയാൻ കഴിയുന്നു. മറ്റന്നാൾ നേതാക്കൾ ദില്ലിയിൽ എത്തുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട വിശദമായി തന്നെ ചർച്ചകൾ നടത്തും. 2 പേരുകൾ നിലവിൽ KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് ഹൈക്കമാൻഡിന് മുന്നിൽ ഉണ്ട്. ഒന്ന് അടൂർ പ്രകാശും മറ്റൊന്ന് ബെന്നി ബെഹനാനുമാണ്. നേരത്തെ കൊടിക്കുന്നിൽ സുരേഷ് MPയും ഈ അവകാശവാദം KPCC അധ്യക്ഷ സ്ഥാനത്തിന് വേണ്ടി അവകാശവാദം ഉന്നയിച്ചു എന്ന റിപ്പോർട്ടുകൾ പുറത്തേക്ക് വരുന്നുണ്ട്. എന്നാൽ മല്ലികാർജ്ജുൻ ഖാർഗെ തന്നെ നേരിട്ട് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊടിക്കുന്നിൽ സുരേഷിനോട് തൽക്കാലം ആ പദവിയിലേക്ക് പോകാൻ കഴിയില്ല, പദവി നൽകാൻ കഴിയില്ല എന്ന് അറിയിച്ചു എന്ന വിവരവും ഈ ഘട്ടത്തിൽ പുറത്തേക്ക് വരുന്നു. എന്താണെങ്കിലും നിർണായക നീക്കങ്ങൾ ദില്ലിയിൽ കേരളവുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്നുണ്ട്. കാരണം വരുന്ന തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന 2 പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങൾ, ഒന്ന് അസമും മറ്റൊന്ന് കേരളവുമാണ്. ഈ 2 സംസ്ഥാനങ്ങളിലും KPCC അധ്യക്ഷന്മാരെ മാറ്റിക്കൊണ്ട് എത്രയും വേഗം പുനഃസംഘടന നടത്തി പാർട്ടി ആ മികച്ച പ്രവർത്തനത്തിലേക്ക് പോകാൻ തന്നെയാണ് ഒരുങ്ങുന്നത് എന്ന വിവരമാണ് പുറത്തേക്ക് വരുന്നത്. പ്രിയങ്ക ഗാന്ധിക്ക് അടക്കം പ്രത്യേക താല്പര്യം കേരളത്തോടുണ്ട് എന്നും ഈ ഘട്ടത്തിൽ വിവരങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ട്. വയനാട്, കോഴിക്കോട് പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട ദില്ലിയിൽ ചർച്ച നടന്നതായിട്ടും കേൾക്കുന്നുണ്ട്. ടി സിദ്ദിഖ്, MK രാഘവൻ MP എന്നിവർ ഇന്നലെ ദീപദാസ് മുൻഷിയുമായി കൂടിക്കാഴ്ച നടത്തിയെന്നറിയുന്നു. അതെ അരുൺ, കേരളത്തിലെ 10 DCC അധ്യക്ഷന്മാർ മാറും എന്ന റിപ്പോർട്ടുകളാണ് പുറത്തേക്ക് വരുന്നത്. പ്രവർത്തനം കൃത്യമായ രീതിയിൽ നടക്കാത്ത അല്ലെങ്കിൽ അത്തരത്തിൽ മികച്ച പ്രവർത്തനം ഇല്ലാത്ത 10 DCC അധ്യക്ഷന്മാരെ മാറ്റാനുള്ള തീരുമാനം ഈ ഘട്ടത്തിൽ എടുത്തിട്ടുണ്ട്. അതിൽ കോഴിക്കോടും വയനാടും ഉൾപ്പെട്ടിട്ടുണ്ട്. ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിർണായക ചർച്ചകൾ ദില്ലിയിൽ ഉണ്ടായി. അതായത് ഹൈക്കമാൻഡ്, അതായത് കേരളത്തിൽ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ദീപദാസ് മുൻഷിയുമായി ടി സിദ്ദിഖും അതോടൊപ്പം തന്നെ MK രാഘവൻ MPയും കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഇതിൽ ഈ DCC പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട അഭിപ്രായങ്ങളും അതോടൊപ്പം തന്നെ മറ്റ് നിർദ്ദേശങ്ങളുമൊക്കെയാണ് ഉയർന്നത് എന്നാണ് വിവരം ഉള്ളത്. എന്താണെങ്കിലും വയനാടുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഈ IC ബാലകൃഷ്ണൻ അടക്കമുള്ള ഒരു വിവാദങ്ങളൊക്കെ പുറത്തു വന്നതിന് പിന്നാലെ തന്നെ അവിടുത്തെ DCC അധ്യക്ഷനെ മാറ്റണം എന്ന വലിയ വികാരം ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ അദ്ദേഹം ഏറെക്കുറെ ഒഴിയാൻ സന്നദ്ധ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന വിവരമാണ് പുറത്തേക്ക് വരുന്നത്. എന്താണെങ്കിലും വയനാടിൻ്റെ കാര്യത്തിൽ ഹൈക്കമാൻഡിന് പ്രത്യേക താല്പര്യം ഉണ്ട്. പ്രത്യേകിച്ച് പ്രിയങ്ക ഗാന്ധി MP ആയിരിക്കുന്ന ജില്ല കൂടിയാണ്. ആ പശ്ചാത്തലത്തിൽ വിശദമായ ചർച്ച അതിൽ ഉണ്ടായിട്ടുണ്ട്. എന്താണെങ്കിലും പ്രിയങ്കയുടെ കൂടി താല്പര്യം പരിഗണിച്ചുകൊണ്ടായിരിക്കും അവിടെ ഒരു DCC അധ്യക്ഷനെ നിയമിക്കുക എന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വയനാടിൻ്റെയും കോഴിക്കോടിൻ്റെയും കാര്യത്തിൽ MK രാഘവൻ MPയുമായും അതോടൊപ്പം ടി സിദ്ദിഖുമായും വിശദമായി തന്നെ ദില്ലിയിൽ ചർച്ചകൾ ഉണ്ടായി. ദീപദാസ് മുൻഷിയുമായാണ് ആ ചർച്ചകൾ നടത്തിയത്. ഹൈക്കമാൻഡ് പ്രത്യേക താല്പര്യപ്രകാരമാണ് ഈ 2 നേതാക്കളെയും ദില്ലിക്ക് വിളിപ്പിച്ചത് എന്ന വിവരമാണ് ഈ ഘട്ടത്തിൽ പുറത്തേക്ക് വരുന്നത്. പ്രധാനമായും KPCC അധ്യക്ഷ സ്ഥാനത്ത് കെ സുധാകരൻ മാറിക്കൊണ്ട് പുതിയൊരു അധ്യക്ഷനെ വെച്ചുകൊണ്ടായിരിക്കും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലേക്കും അതോടൊപ്പം തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കും കോൺഗ്രസ് പോകാൻ പോകുന്നത് എന്ന കാര്യത്തിൽ ഏറെക്കുറെ വ്യക്തത പുറത്തേക്ക് വരികയാണ്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സാമുദായിക സമവാക്യങ്ങൾ കൂടി പരിഗണിക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് 2 പേരുകൾ ഇപ്പോൾ നിർദ്ദേശത്തിൽ ഉള്ളത്. ഒന്ന് ബെന്നി ബെഹനാനും മറ്റൊന്ന് അടൂർ പ്രകാശുമാണ്. ഈഴവ കമ്മ്യൂണിറ്റിക്ക്, ഈഴവ സമുദായത്തിന് KPCC അധ്യക്ഷ സ്ഥാനം പോവുകയാണെങ്കിൽ സ്വാഭാവികമായും അത് അടൂർ പ്രകാശിലേക്ക് പോകും. അതല്ല ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി, കാരണം ക്രിസ്ത്യൻ സമുദായം BJPയുമായി അടുക്കുന്നു എന്ന തരത്തിലുള്ള നിരീക്ഷണങ്ങൾ പാർട്ടിക്ക് തന്നെ ഉണ്ട്. പലയിടത്തും അത്തരത്തിൽ തൃശ്ശൂർ അടക്കമുണ്ടായ വിജയങ്ങളൊക്കെ, അത്തരത്തിൽ BJPക്കുണ്ടായ വിജയങ്ങളൊക്കെ പാർട്ടിക്ക് വലിയ പുനർചിന്തയ്ക്കുള്ള ഒരു അവസരം നൽകുകയും ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷേ ഇതിൽ ബെന്നി ബെഹനാൻ തന്നെയാണ് കൂടുതൽ സാധ്യത എന്ന് വേണം വിലയിരുത്തപ്പെടാൻ. അങ്ങനെയാണെങ്കിൽ ബെന്നി ബെഹനാൻ KPCCയുടെ അധ്യക്ഷനായി മാറാനുള്ള നീക്കമാണ് ഉള്ളത്. എന്താണെങ്കിലും വലിയ ചർച്ചകൾ ഉണ്ട്. വെള്ളിയാഴ്ച കേരളത്തിൽ നേതാക്കൾ